ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യകാന്തി പാടത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റീൽസിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത്. അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടൊക്കെ പോയി കാണേണ്ടത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതുപോലുള്ള സൂര്യകാന്തി പൂക്കളും അതുപോലെ കൃഷികളൊക്കെ കാണിച്ചു കൊണ്ടുള്ള റീലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. തിരുവനന്തപുരം മേനംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പുഷ്പോത്സവം എന്നോ ആരവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് വീഡിയോയിൽ. ഓക്കെ, നമ്മുടെ യാത്രാ ചാനലാണ്. യാത്രാ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറി ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ 5 മണി സമയത്താണ് എത്തിയിട്ടുള്ളത്. മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അകത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഇതാ ഈ കാണും വിധം പൂക്കളും സൂര്യകാന്തിയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ കൃഷി ഐറ്റംസൊക്കെ നട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരുവിധം തിരക്കൊക്കെ ആയിട്ടുണ്ട്. ഫാമിലീസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇനിയും അങ്ങോട്ടൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജമന്തിയും അതുപോലെ ചോളമാണെന്ന് തോന്നുന്നു. പിന്നെ സൂര്യകാന്തിയൊക്കെ അപ്പുറത്തെ സൈഡാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. സമയം 5 മണി. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകാം. മുഴുവൻ ഒന്ന് കാണേണ്ടതുണ്ട്. ഇവിടെയൊക്കെ വളരെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കാണുന്ന ആ ഒരു സൈസ്, അല്ലെങ്കിൽ പുഷ്പോത്സവത്തിനൊക്കെ കാണുന്ന ആ ഒരു സൈസ് ഫ്ലവറാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പല കളറിലുള്ളത് ഉണ്ട്. വരിയായിട്ട് നട്ടിട്ടിട്ടുണ്ട്. പൂക്കൾ പറിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വെറൈറ്റിയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ പുഷ്പോത്സവം കാര്യങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ കണ്ടിട്ടുള്ള പൂക്കളാണ്. ഇപ്പോൾ 1 2 3 4 കളറിൽ ഈ നിൽക്കുന്നത്. ഇതായിരുന്നു എൻട്രൻസ്. നമ്മൾ നടന്നു വരുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്തിട്ട് ഇതുവഴി നടന്നു വരാം. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇനി ജമന്തിയും അതുപോലെ ഇത് എന്താണെന്ന് അറിയാമോ? ഇവിടുന്ന് ജമന്തി തന്നെ 1 2 3 കളറിൽ വളരെ വിശാലമായിട്ടുള്ള സ്ഥലത്ത് നട്ടിട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ചെറിയൊരു പാടം പോലെയാണെന്ന്. ചെറുതല്ല. എനിക്ക് പുറകെ കാണാൻ പറ്റും. നമ്മൾ റീൽസിൽ കാണുമ്പോൾ ചിലപ്പോൾ 1 2 വിഷ്വലൊക്കെ കണ്ട് അല്ലെങ്കിൽ കുറച്ച് മാത്രമേ കാണുമെന്ന് വിചാരിക്കും. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു വലിയൊരു ഏരിയ തന്നെ പൂ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് വെറൈറ്റി കളറാണ് കേട്ടോ. പക്ഷേ ഇത് വരുന്ന ആൾക്കാർ പൂക്കൾ നശിച്ചു പോകുന്ന മുമ്പ്, അതായത് ഇല്ലാതായി പോകുന്ന മുമ്പ് വന്ന് കണ്ട അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഡേറ്റ് 13-ാം തീയതിയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാർ മാക്സിമം പെട്ടെന്ന് ഇപ്പോൾ തന്നെ നല്ല വലിയ ജമന്തി പൂക്കളായിട്ടുണ്ട് കണ്ടോ. ഈ കണക്കിന് എല്ലാം വിടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പൂവിൻ്റെ ആയുസ് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരിന് സെയിലിനായിരിക്കും. ഓണത്തിന് കണക്കിന് സെയിലിനായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി കട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഭംഗി അങ്ങ് പോകും. അപ്പോൾ വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഉടനെ തന്നെ വിട്ടോ കേട്ടോ. ഉടനെ തന്നെ വന്ന് കാണുക. സമയവും അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ അടുത്തൊരു ഐറ്റം പൂവായിട്ടുണ്ട്. അപ്പുറത്തും ഓറഞ്ച് കളർ ജമന്തി, അപ്പുറത്ത് 3 കളർ ജമന്തി പൂക്കളുണ്ട്. ഇവിടെ വെറൈറ്റി. ഇനി ഇതിനപ്പുറത്താണ് നമ്മളെ സൂര്യകാന്തികൾ നിൽക്കുന്നത് കണ്ടോ. വാടാമുല്ലുണ്ട്. അതിനപ്പുറത്താണ് സൂര്യകാന്തി. മഴ പെയ്യുന്നുണ്ട്. ക്യാമറയിൽ വെള്ളം വീഴുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. വീഴുന്നുണ്ട് അല്ലേ? വീഴുന്നുണ്ട്. ഓക്കെ, ഇവിടെ വാടാമുല്ലയുടെ 2 സെക്ഷനായിട്ട് നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മുടെ സൂര്യകാന്തി. ഇവിടെ കുഞ്ഞു പൂവല്ല കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ നടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചെറിയ ഷോകൾ ഇതുപോലെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞു പൂക്കളായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ പറ്റുന്ന അതേ വലിപ്പത്തിലുള്ള വലിയ പൂക്കൾ, കൈ വലിപ്പത്തിലൊക്കെ ഉള്ള വലിയ പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ.
കുറച്ച് ഏരിയ അല്ല, കുറച്ചധികം ഏരിയ ഉണ്ട്. കുറച്ച് പേര് നമുക്ക് നടന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് നടന്നു വരുന്നതാണ്. ഒരുപാട് സ്ഥലത്ത് പൂക്കൃഷി ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയുണ്ട് ഇത്രയല്ല, ഇനിയും അങ്ങോട്ടുള്ള ഏരിയയിൽ ഇനിയും ഉണ്ട്. പക്ഷേ അവിടെ അങ്ങോട്ടുള്ളത് രണ്ടാമത്തെ സെക്ഷനായിട്ടാണെന്ന് തോന്നുന്നു. വലിപ്പം കുറഞ്ഞ, പൊക്കം കുറഞ്ഞ പൂക്കളാണ്. ഇതുവരെ എല്ലാം വലിപ്പമുള്ള കേട്ടോ, വലിപ്പമുള്ള പൂക്കളാണ് ഇതാ ഇവിടെയൊക്കെ ഈ നിൽക്കുന്നത്. അതായത് എൻ്റെ ഹൈറ്റിനനുസരിച്ച് ഉണ്ട്. എൻ്റെ ഹൈറ്റിൻ്റെ അത്രയും പൊക്കമുള്ള ചെടികളും അതുപോലെ തന്നെ വലിപ്പമുള്ള പൂക്കളും. എല്ലായിടവും ഫോട്ടോഷൂട്ട് ആണ്, എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞിട്ട് ഉള്ള പൂക്കളാണ്. വലിപ്പവും എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇത്രയും ദൂരം നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് മാത്രമല്ല, കുറച്ചധികമുണ്ട്. ചെറിയ പാടമല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ, അതായത് എനിക്ക് തോന്നുന്നു 3 സെക്ഷനായിട്ട് നട്ടത് കൊണ്ടായിരിക്കാം ഹൈറ്റ് ഇങ്ങനെ അടുത്തതായി വേറൊന്നും. അപ്പോൾ കുറച്ച് താമസിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇതും പൂത്തിട്ടുണ്ട്. ചെറിയ പൂവാണെന്നുള്ളതേ ഉള്ളൂ. ചിലയിടത്ത് പൂത്തിട്ടില്ല. ഓക്കെ, ഇത്രയും വലിപ്പത്തിനുള്ള ഒരു വലിയ സൂര്യകാന്തി പാടം. എന്തായിരുന്നാലും ഇതിൻ്റെ സംഘാടകർക്ക് ബിഗ് സല്യൂട്ടാണ്. ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തമിഴ്നാടൊന്നും പോകേണ്ട, സുന്ദരപാണ്ഡിപുരമോ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സൂര്യകാന്തി പൂക്കൾ, അതുപോലെ ജമന്തി പൂക്കൾ ഒരുപാട് സ്ഥലത്ത് ഇനി വരാനുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സംരംഭം നടത്തി വിജയിച്ച സംഘാടകർക്ക് വലിയൊരു താങ്ക്സ് അറിയിക്കുന്നു. ഇങ്ങനെ വന്ന് കാണാൻ വേണ്ടിയിട്ടും ഇത് ഇങ്ങനൊരു വിഷ്വൽ തന്നെ നമുക്ക് സമ്മാനിച്ച അവർക്കൊരു ബിഗ് സല്യൂട്ട് അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങോട്ടൂടെ നടക്കാം. കുറച്ച് ദൂരോടെ നടന്ന് കുറച്ച് റീൽസിനുള്ള ഷോർട്സും കൂടെയൊക്കെ എടുത്തിട്ട് പോകണം. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തില്ല. ക്യാമറ ഡ്രോണൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഡ്രോണിൻ്റെ കുറച്ച് ഫുട്ടേജ് കൂടെ കാണിച്ചു തരാം. നോക്കട്ടെ. എന്തായിരുന്നാലും നിറയെ ആൾക്കാരുണ്ട്. അടിപൊളി അല്ലേ? പൊളിച്ചു എന്തായിരുന്നാലും പൊളിച്ചു. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വിഷ്വൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നിറയെ ആൾക്കാർ വരുന്നുണ്ട്. 50 രൂപയാണ് ടിക്കറ്റ്. 50 രൂപയാണ് ആൾക്കൊന്നിന് ടിക്കറ്റ് എന്ന് പറയുന്നത്. ടൈമിൻ്റെ കാര്യം ഞാൻ പറയാം. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മെയിൻ ഇതാണ്, ഫോട്ടോ എടുക്കുക കേട്ടോ. അപ്പോൾ പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് എന്തോ 500 രൂപ എന്തോ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം സേവതരായിട്ട് അതുപോലത്തെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ വരുന്നവർക്ക് അടിപൊളിയാണ്. തമിഴ്നാട് പോകുന്ന ആ ഒരു ആംബിയൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്, കുറച്ച് മാത്രമല്ല ഒരുപാട് ഏരിയ ഉണ്ട്. ഇതുപോലെ ഇവിടെ നിന്ന് തുടങ്ങി അങ്ങറ്റം വരെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു നോട്ടിഫിക്കേഷനാണ്. നമ്മളിവിടെ വന്നൊരു യാത്രയുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കി ഉറപ്പായിട്ടും ഉറങ്ങാനോ വീഡിയോ ഇഷ്ടമാക്കി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നമ്മുടെ യാത്രാ ചാനൽ ഇതുപോലുള്ള യാത്രാ വിശേഷങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ആൾ കൂടുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ ഇനി അടുത്തൊരു പരിപാടിയുണ്ട്, അങ്ങോട്ട് പോകാം കേട്ടോ. നേരത്തെ ഇതുവഴിയാണ് ഞാൻ പോയത്, എന്നാലും ഈ സംഭവം കാണിച്ചു തരാൻ മറന്നുപോയി. നെൽകൃഷി, ജലസേചനം, എല്ലാ സംഭവങ്ങളും കാണിച്ചിട്ടുണ്ട്. കളിയൊക്കെ പറഞ്ഞല്ലേ, തമാശയ്ക്ക് പറഞ്ഞാണ്. ഇവിടെ 4 സെക്ഷനായിട്ട് തിരിച്ചിട്ട് നെൽകൃഷിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ചവിട്ടി കറക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാം കേട്ടോ, ഇവിടെ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാം. പിന്നെ ബാക്കി അവിടെ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചീരയോ എന്തൊക്കെയോ നടുന്നുണ്ട് കേട്ടോ. അത് സംഭവം ഇങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ പോയെന്നാണ് തോന്നുന്നത്, കാണാനില്ല. ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി അറിഞ്ഞും കേട്ട് ഇനിയും വരും. ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി ആൾക്കാർ വരും. എന്തായിരുന്നാലും സെറ്റപ്പായിട്ടുണ്ട്, കൊള്ളാം, നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഏരിയ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കും, പക്ഷേ ചെറിയ ഏരിയ അല്ല, നല്ല വലിപ്പത്തിന് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്യേണ്ട ആരും, വരാൻ താല്പര്യമാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ സമയം കളയാതെ വന്നോളൂ കേട്ടോ.
ടിക്കറ്റ് എത്ര എന്ന് പറയുമോ? ടിക്കറ്റ് 50 രൂപ, അഡൾട്ടിന് 50 രൂപ, ചിൽഡ്രന് 30 രൂപ. സമയം കൂടെ എന്ന് പറയും? മോർണിംഗ് 6 to ഈവനിങ് 6. അവധി ദിവസങ്ങളെല്ലാം ഉണ്ടോ? അവധി ദിവസങ്ങളില്ല, ഇല്ല, എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. എത്ര ദിവസം വരെ കാണുന്നത്? സെപ്റ്റംബർ 5 വരെ. ഓക്കെ, താങ്ക് യു. കൊള്ളാം അല്ലേ, അടിപൊളിയായിട്ടുണ്ട് സംഭവം. 50 രൂപ ടിക്കറ്റാണ്. എന്നായിരുന്നാലും അറിഞ്ഞും കേട്ടോ, അതാ പാർക്കിങ്ങിലൊക്കെ നിറയെ കാറുകളൊക്കെ കിടപ്പുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ BMW ഇത് അവിടെ കിടപ്പുണ്ട്. നമ്മൾ പോകുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഓക്കെ, ബൈ 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 ബൈ.